ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എങ്ങനെയാണ് പ്രോക്സിമസ് മെഷീനിൽ ഉബുണ്ടു സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഉബുണ്ടു സെർവർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഉബുണ്ടു സെർവറിൻ്റെ ISO ഇമേജ് ആദ്യം വേണം. അത് നേരെ നമ്മൾ ഉബുണ്ടുവിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഉബുണ്ടു സെർവർ 26.04 LTS വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതാണ് ലേറ്റസ്റ്റ് LTS വെർഷൻ ഉള്ളത്. അപ്രോക്സിമേറ്റ്ലി ഒരു 3 GB സൈസ് ഉണ്ട് അതിന്. അത് നേരെ നമ്മൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്റ്റാർട്ടാവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഞാൻ ക്യാൻസൽ ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് നേരെ ഡൗൺലോഡ് ഫോൾഡറിൽ എവിടെയാണോ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫയൽ കാണാം. എന്നിട്ട് നമ്മൾ നേരെ പ്രോക്സിമസ് മെഷീനിൽ കയറിയിട്ട് ആ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പ്രോക്സിമസ് മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ISO ഫയൽ നമുക്ക് ഈ ഫോൾഡറിൽ കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഉബുണ്ടു സെർവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വിർച്വൽ മെഷീനാണത്. അപ്പോൾ നമുക്ക് പേര് കൊടുക്കുന്നത് ഉബുണ്ടു സെർവർ എന്ന് തന്നെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് അതിൽ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യണം. ഇമേജ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഉബുണ്ടുവിൻ്റെ സെർവർ ഇമേജ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നെക്സ്റ്റ് പോകാം. ഇതിൽ എല്ലാം ഡീഫോൾട്ട് തന്നെ. ഇതിൽ നമുക്ക് സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, അല്ലാണ്ട് ഡീഫോൾട്ട് കൊടുക്കാം. നെക്സ്റ്റ് അടിക്കുക. ഇതിൽ നമുക്ക് പ്രൊസസ്സറിൻ്റെ കോർ കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. ഞാൻ 4 കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇതിൽ നമുക്ക് മെമ്മറി എത്ര GB മെമ്മറി ഈ സെർവറിന് അലോക്കേറ്റ് ചെയ്യണമെന്ന് കൊടുക്കാം. ഞാൻ 4 GB അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എല്ലാ കോൺഫിഗറേഷനും ഈ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിൽ കാണാം. ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിർച്വൽ മെഷീൻ 105 എന്ന് പറഞ്ഞ IDയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വിർച്വൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ നടക്കുക. അപ്പോൾ നമുക്ക് കൺസോളിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ISO ഫയലിൽ നിന്ന് ബൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ചെയ്യുന്നത്. നേരെ നമ്മൾ ഇൻസ്റ്റാൾ ഉബുണ്ടു സെർവറിൽ എൻ്റർ അടിക്കുകയാണ് ചെയ്തത്. അത് കഴിയുമ്പോൾ നമുക്ക് ഉബുണ്ടു സെർവർ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് കാണാം. ഇപ്പോൾ ആ ഫയൽ അപ്ലോഡ് ചെയ്തത് ആ ഈ ISO ഫയലിൽ നിന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡിങ് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം, ഇംഗ്ലീഷ്. പിന്നെ കീബോർഡ് ലേഔട്ട് അതെല്ലാം ഡീഫോൾട്ട് തന്നെ ഇംഗ്ലീഷ് US കൊടുക്കുക. ഇതിൽ ഉബുണ്ടു സെർവറാണ് കൊടുക്കുന്നത്. മറ്റ് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമ്മൾ IP ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യണ കാരണം മാനുവൽ കോൺഫിഗറേഷൻ ചെയ്യേണ്ട. ഇത് ഓപ്ഷണലാണ്. പ്രോക്സി അത് സ്കിപ്പ് ചെയ്തു. ഇതിപ്പോൾ സ്റ്റാർട്ടായിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ഇതിൽ നമ്മൾ ഉബുണ്ടു സെർവർ എങ്ങനെയാണ് ഡിസ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അതിനുള്ള ഓപ്ഷൻ നമുക്ക് കസ്റ്റം വേണമെന്ന് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റയർ ഡിസ്ക് അലോക്കേറ്റ് ചെയ്യാം. എൻ്റയർ ഡിസ്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കിലുള്ളതെല്ലാം ഫോർമാറ്റായി പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് നമുക്ക് ആ ഡിസ്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുകയാണ്. ഇത് വിർച്വൽ മെഷീനായി കഴിഞ്ഞാൽ എൻ്റയർ ഡിസ്ക് കൊടുത്തു നമുക്ക് വേണം കൺഫേം ചെയ്യണോ വേണോ റീതിങ്ക് ചെയ്യണോ ഈ ഡയലോഗ് ബോക്സിൽ ഞാൻ കൺഫേം കൊടുത്തു. നേരെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ
യൂസർ നെയിമും പാസ്വേഡും സെർവർ നെയിമും കൊടുക്കാനുള്ളൊരു വിൻഡോ ആണിത്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടാവുന്നതാണ്. പ്രോ വേണ്ട, നമുക്ക് സ്കിപ്പ് കൊടുക്കുക, നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. SSH സെർവർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കാണിക്കാം. ഇപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് ഡൺ കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ലോഗുകൾ കാണാം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇതെല്ലാം കഴിഞ്ഞാലാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീബൂട്ട് ചെയ്യണം. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ സ്ക്രീനിൽ വരും. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇത്രേനുള്ളൂ നമുക്ക് ഉബുണ്ടു സെർവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം, ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ SSH കോൺഫിഗർ ചെയ്യാൻ നോക്കാം. ഇതെല്ലാം വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരെ ഏത് ഉബുണ്ടുവിൻ്റെ വേർഷനാണ്, OS റിലീസ് ഏതാണെന്ന് ചെക്ക് ചെയ്തതാണ് ഒരു കമാൻഡാണത്. അത് കഴിഞ്ഞ് നമുക്ക് ഇത്രേനുള്ളൂ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി.